പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും തിടുക്കപ്പെട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല ക്ലീൻ ചിറ്റ് നൽകുന്നത് അസാധാരണമായ ഒരു നിലപാടാണ്. MLA എന്ന നിലയിൽ അനുമതി വാങ്ങിയിട്ടാണോ വി.ഡി. സതീശൻ വിദേശത്ത് യാത്ര നടത്തിയത് എന്നത് സംബന്ധിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ല എന്നും ആഭ്യന്തര വകുപ്പിൻ്റെ അനുവാദം കിട്ടിയിട്ടില്ല എന്നുള്ളതുമാണ് വസ്തുതാപരമായിട്ട് പുറത്തു വന്ന വിവരം. അതുപോലെ വിദേശത്തുനിന്ന് ഫണ്ട് അഭ്യർത്ഥിക്കാനുള്ള അവകാശം യഥാർത്ഥത്തിൽ നിയമം അനുവദിക്കുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ പ്രത്യേകമായ അനുവാദത്തോടു കൂടി വേണം അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ. പ്രളയത്തിൻ്റെ ഘട്ടത്തിൽ കേരളത്തിലെ മന്ത്രിമാർക്കുൾപ്പെടെ വിദേശത്ത് പോയി കേരളത്തിൻ്റെ ആകെ ദുരന്തത്തെ വിദേശത്തുള്ള ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരൊരു ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ടില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കൊടുത്തിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിലവിലുള്ള നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന പ്രശ്നം ഇല്ല എന്നുള്ള കൃത്യമായ ഉത്തരമാണ് നമുക്ക് ലഭിക്കുക. ഫണ്ട് അഭ്യർത്ഥിച്ചതിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, അതുകൊണ്ട് കാണാം. First, when you are going to construct a house, the first priority is that a paralyzed man, if there is a paralyzed man in the house, he will give the first priority. And the children who are affected, autism, mentally retarded, and cerebral palsy, they will give the second priority. And the third priority will go to the woman-headed families. And now, when you are around the table, 10 people are there. You are helping 5 families. I am going to give 5 sewing machines to 5 families. They lost their sewing machine. When they get the sewing machine, they can start their life. Actually, you are helping around the table. You are helping 5 families. When you are raising 500 pounds, that will help 5 families. And we are selecting selecting the beneficiaries through a transparent procedure by the members of the local body. Then we will go to, our team will go there, and there will be a physical examination, whether it is right or wrong. Then you can also, anybody can go there and random examination, random scrutiny, everything can be done. And we are the guarantee. I'm giving them the guarantee that it will reach the genuine hands. Right, I mean, that's a question that Joe and I was sort of asking before, wasn't it, really? അപ്പോൾ ഇംഗ്ലണ്ടിൽ സന്ദർശനം നടത്തി അവിടെ ആളുകളെ വിളിച്ചു കൂട്ടി ഓരോരുത്തരും 500 പൗണ്ടെങ്കിലും നൽകണം. 3 കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ് വീട് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചത് എന്നിവിടെ കണ്ടതുപോലെ നമുക്കെല്ലാം മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്, എത്രത്തോളം ഫണ്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുൾപ്പെടെ ഗൗരവപൂർണമായ ഒരു പരിശോധനക്ക് തയ്യാറാവേണ്ടതുണ്ട്. ഇപ്പോൾ വിദേശത്തു നിന്ന് 22,500 പൗണ്ട് വിവിധ വ്യക്തികളിൽ നിന്നാണ് സമാഹരിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മണപ്പാട്ട് ഫൗണ്ടേഷനാണ്, അവരുടെ അക്കൗണ്ടിലാണ് ഇത് എത്തിയിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ആഹ്വാനം ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷനാണ് എന്ന് വി.ഡി. സതീശൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്, ഫണ്ട് പിരിക്കുന്നതിന് അനുവാദം നേടിയിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗൗരവമുള്ള പ്രശ്നം
ആഭ്യന്തരമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി ക്ലീൻ ചിറ്റ് നൽകുകയാണ്. ഇതൊരു അസാധാരണമായ സമീപനമാണ്. സ്വതന്ത്ര അന്വേഷണം അവസാനിപ്പിക്കുന്നതിൽ തിടുക്കം ഉണ്ടായി എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജിലൻസ് വിസിൽ, അതായിരുന്നു രമേശ് ചെന്നിത്തല ഇന്നലെ ഉദ്ഘാടനം ചെയ്ത പരിപാടി. എന്ന് പറഞ്ഞാൽ അഴിമതി ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. അങ്ങനെ അഴിമതി ഇല്ലാതാക്കാനുള്ള പരിപാടിയുടെ ഭാഗമായി ഗൗരവപൂർവ്വം കേരളം ചർച്ച ചെയ്ത ഒരു പ്രശ്നം തേച്ചുമാച്ച് കളയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് ആവുമ്പോൾ വിജിലൻസിൻ്റെ ഭാഗമായിട്ട് കിട്ടി എന്ന് പറയുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ക്ലീൻ ചിറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഗൗരവപൂർണമായ ഒരു പ്രശ്നം ഉന്നയിക്കപ്പെടുന്നുണ്ട്. പുനർജനി സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസി കൂടി അന്വേഷിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. കാരണം പൂർണ്ണമായിട്ട് വിദേശ ഫണ്ട് അഭ്യർത്ഥിക്കുകയും വിദേശ ഫണ്ട് വരികയും ചെയ്തു എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഗൗരവപൂർണമായ ഒരു പ്രശ്നം തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടിയുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഉന്നം വി ഡി സതീശനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം കേരളം ചർച്ച ചെയ്യുമെന്നുള്ളതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്.